അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. സോല്യുബിലിറ്റി. എന്താണ് സോല്യുബിലിറ്റി? എന്താണ് സോല്യുബിൾ എന്ന് പറയുന്ന വേർഡിനർത്ഥം? ഇങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഡെഫിനേഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നു, നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കാണാം ആ ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ ഷുഗർ സൊല്യൂഷൻ. അല്ലെങ്കിൽ കോമൺ ആയി ചെയ്യുന്ന വേറൊരു കാര്യമാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യിച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പ് സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം സോല്യുബിലിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് അല്ലേ? ഈ സോല്യുബിലിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ +1 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് സോല്യുബിലിറ്റി? നമുക്ക് സോല്യുബിലിറ്റിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Solubility of a substance is defined as the maximum amount of solute that can be dissolved in a specified amount of solvent at a specific temperature. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്രത്തോളം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എത്രമാത്രം ഡിസോൾവ് ചെയ്യും എന്ന് ആണ് സോല്യുബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എടുത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ എത്രമാത്രം സൊല്യൂട്ട് അവിടെ ഡിസോൾവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സൊല്യൂട്ടിനെ നമുക്കതിൽ ഡിസോൾവ് ചെയ്യിക്കാം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് സോല്യുബിലിറ്റി. Solubility of a substance is defined as the maximum amount of solute that can be dissolved in a specified amount of solvent at a specific temperature. ഇങ്ങനെ സോല്യുബിലിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ സോല്യുബിലിറ്റി എന്തെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? The solubility depends on generally 4 important factors: nature of solute, nature of solvent, temperature, pressure. Nature of solute, nature of solvent, temperature and pressure. ഇത്തരത്തിൽ 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കും അല്ലേ? എന്നാൽ നമ്മൾ കാണുന്ന പാറ്റ ഗുളിക അല്ലെങ്കിൽ നാഫ്തലീൻ എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കാനൊന്ന് നോക്കിയേ, ഡിസോൾവ് ചെയ്യോ? ഇല്ല. നാഫ്തലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. എന്നാൽ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് കോമ്പൗണ്ട് ഉള്ളതെല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. എന്താണ് അതിന് കാരണം? അത് നേച്ചർ ഓഫ് സൊല്യൂട്ടിനെയും നേച്ചർ ഓഫ് സോൾവെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അടുത്തതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു സൊല്യൂട്ടിന് സോൾവെൻറ്റിലുള്ള സോല്യുബിലിറ്റി വ്യത്യാസം വരുമോ? ഉവ്വ് അല്ലേ? നമ്മൾ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും, ചൂട് കൂടുന്തോറും പെട്ടെന്ന് തന്നെ സൊല്യൂട്ട് സോൾവെൻറ്റിൽ അങ്ങ് ഡിസോൾവ് ആയി പോകും. അപ്പോൾ ടെമ്പറേച്ചറും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് പ്രഷർ എന്ന് പറയുന്നത്. ഏത് പ്രഷറിലാണോ നമ്മൾ ഈ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സോല്യുബിലിറ്റി വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, വിച്ച് എഫക്ട്സ് ഓർ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോല്യുബിലിറ്റി. ഇപ്പം എന്താണ് സോല്യുബിലിറ്റി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ലിക്വിഡിലുള്ള സോല്യുബിലിറ്റിയാണ്. അതായത് നമുക്ക് പറയാം സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ സ്ഥിരം കാണുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? സോല്യുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നത്, ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നത്, എല്ലാം സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സോളിഡ് ലിക്വിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സോല്യുബിൾ ആകുന്നത്? എന്തായിരിക്കും അതിന് കാരണം? അതിന് കാരണം the solids are soluble in a liquid if their intermolecular interactions are similar.
നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് സിമിലർ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സോല്യുബിലിറ്റി നടക്കുകയുള്ളൂ. അതായത് നമുക്ക് പറയാം, നമ്മൾ വെള്ളത്തിലേക്ക് ഷുഗർ അല്ലെങ്കിൽ സോൾട്ട്, ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആ സോളിഡിൻ്റെയും ആ ലിക്വിഡിൻ്റെയും ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് സിമിലർ ആണ്. അതുകൊണ്ടാണ് അവ ഡിസോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ഉണ്ട്. നമുക്ക് ആ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ടേംസ് ഫസ്റ്റ് വൺ ഡിസൊല്യൂഷനാണ്. എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൊല്യൂട്ട് പതുക്കെ ഈ സോൾവെൻറ്റിൽ അങ്ങ് ഡിസോൾവ് ചെയ്യുന്നു. ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു വരുന്നു. അതിന് പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ എന്നുള്ളത്. അപ്പം എന്താണ് ഡിസൊല്യൂഷൻ? വെൻ എ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു ദ സോൾവെൻറ്റ്, സൊല്യൂട്ട് ഡിസോൾവ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസൊല്യൂഷൻ. അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറേശ്ശെ സോൾവെൻറ്റിൽ ഡിസോൾവ് ആയി കോൺസെൻട്രേഷൻ കൂടി വരും അല്ലേ? എന്നാൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തുകൊണ്ട് സൊല്യൂഷനിൽ സെപ്പറേറ്റ് ആയി നിൽക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ combine each other and separates out. It is known as, or it is called as, crystallization. എന്താണ് ഇങ്ങനെ ക്രിസ്റ്റലൈസേഷൻ നടക്കാനുള്ള കാരണം? നമ്മൾ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം സൊല്യൂട്ട് ആ സോൾവെൻറ്റിൽ അങ്ങ് ഡിസോൾവ് ആയി പോവും നമുക്കറിയില്ല അല്ലേ? എന്നാൽ ഓരോ സോൾവെൻറ്റിനും ഓരോ പെർട്ടിക്കുലർ ലെവലുണ്ട്. ആ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിനെ അത് ഡിസോൾവ് ചെയ്യിക്കാൻ അതിന് സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത് അവിടെ ക്രിസ്റ്റലൈസ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടേം ഒന്ന് നോക്കാം, ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈക്വൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൻ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഗെറ്റിംഗ് ഇൻ ടു ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ്സ് ഔട്ട്. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ് ഡൈനാമിക് ഇക്വിലിബ്രിയം? സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും ഈ സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഇക്വിലിബ്രിയത്തെയാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ കഴിയും സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇവിടെ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? നമ്മൾ ലാബുകളൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ലാബിൻ്റെ പ്രൊസീജിയേഴ്സിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൊരു വേർഡാണ് മേക്ക് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം കുറേശ്ശെയായി ഈ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് തുടങ്ങും. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് അതിലേക്ക് ഡിസോൾവ് ചെയ്യില്ല. അതെന്തിന് സ്റ്റാർട്ട് ചെയ്യും? ക്രിസ്റ്റലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതവിടെ അടിഞ്ഞുകൂടി കിടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് പറയാം നോ മോർ സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി ആ ഒരു സോൾവെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഡിസോൾവ് ആവുകയില്ല. അങ്ങനത്തെ ടൈപ്പ് സൊല്യൂഷൻസ് നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. That is the solutions in which no more solute that can be dissolved at the same temperature and pressure. ആ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമ്മളിനി എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്നില്ലെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളത്. അതായത് സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്തെത്തും, ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. നമുക്ക് എന്ത് കിട്ടും, ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും എത്ര സൊല്യൂട്ട് ആഡ് ചെയ്താൽ പോലും അത് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവുകയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. അതായത് ദ സൊല്യൂഷൻസ് വിച്ച് ക്യാൻ ആഡ് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ. ഇനിയും എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡിസോൾവ് ചെയ്ത് പോകുന്ന ആ ടൈപ്പ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാം, ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെട്ട് തുടങ്ങുമ്പോൾ അതൊരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇനി വീണ്ടും എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇറ്റ് റീച്ചസ് ദെയർ സാച്ചുറേറ്റഡ് ലെവൽ. ആ സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് മെയിനായിട്ടും എത്ര സ്റ്റെപ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് നോക്കൂ. ആദ്യം ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പതുക്കെ ഡിസോൾവ് ചെയ്യുന്നു. അതിന് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നു. ദെൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടുകളെല്ലാം തന്നെ വീണ്ടും ആഡ് ചെയ്യുന്ന സൊല്യൂട്ടുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയും, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. ഇനി ഈ ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും ഈക്വൽ ആയി കഴിഞ്ഞാലോ അവർ ഇക്വിലിബ്രിയത്തിലെത്തും അല്ലേ. ആ ഇക്വിലിബ്രിയത്തിനെ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഇങ്ങനെ ഈ എല്ലാ ടേംസും നമുക്കൊരു സൊല്യൂഷനെ അല്ലെങ്കിൽ ഒരു സോലിബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സോളിഡ് സബ്സ്റ്റൻസസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ടർ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നേച്ചർ ഓഫ് എ സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും ഇത്തരത്തിലുള്ള സോലിബിലിറ്റിയെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയും ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും ഏകദേശം സെയിം ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് ആണെങ്കിൽ മാത്രമേ അവർ തമ്മിൽ ഡിസോൾവ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയാം. എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ് ഇഫ് ദെയർ ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് ആർ സിമിലർ. ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകണമെങ്കിൽ സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് സിമിലർ ആയിരിക്കണം. അതായത് പൊളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ പൊളാർ സോൾവെൻറ്റ്. പൊളാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. പൊളാർ സൊല്യൂട്ട് എന്ന് പറയുന്നത് പൊളാർ സൊല്യൂട്ട് ഒരു പൊളാർ സോൾവെൻറ്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യപ്പെടുകയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ, സോഡിയം ക്ലോറൈഡ് ഇവയെല്ലാം പൊളാർ കോമ്പൗണ്ട്സ് ആണ് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് ആണെന്ന് പറയാം. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് പൊളാറായിട്ടുള്ള വാട്ടറിൽ വളരെ ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നു. എന്നാൽ നോൺ പൊളാർ സബ്സ്റ്റൻസസോ, നോൺ പൊളാർ സബ്സ്റ്റൻസസ് പൊളാർ ലിക്വിഡ്സിൽ ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല. എന്നാൽ അവ നോൺ പൊളാർ സോൾവെൻസിൽ വളരെ ഈസിയായി ഡിസോൾവ് ചെയ്യും. നമുക്ക് പറയാം നോൺ പൊളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ നോൺ പൊളാർ സോൾവെൻസ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള നാഫ്തലീൻ, അതായത് നമ്മൾ സാധാരണ കാണുന്ന പാറ്റഗുളിക, ആന്ത്രസീൻ മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇവയെല്ലാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. എന്നാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസോൾവ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നോൺ പൊളാർ കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീനിൽ വളരെ ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു
സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മറ്റൊരു ഫാക്ടർ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള സൊല്യൂട്ട് ലിക്വിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇൻറ്റേർണലി അല്ലെങ്കിൽ കെമിക്കലി എന്താണ് സംഭവിക്കുന്നത്? സൊല്യൂട്ട് മോളിക്യൂൾസിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും സോൾവെൻറ്റ് മോളിക്യൂൾസിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സൊല്യൂട്ട് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നിയർലി റീച്ചിങ് ടു ദിസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പതുക്കെ സാച്ചുറേഷൻ സൊല്യൂഷനായി എത്താൻ തുടങ്ങുമ്പോൾ മെയിനായിട്ടും അവ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അവ എൻഡോതെർമിക്കായി ആക്ട് ചെയ്യുന്നു. എന്താണ് എൻഡോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻഡോതെർമിക് എന്നാൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു. സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷന് നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകാൻ തുടങ്ങുന്ന ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ എളുപ്പത്തിൽ സൊല്യൂട്ട് മോളിക്യൂൾസിന് സോൾവെൻറ്റ് മോളിക്യൂൾസായിട്ട് മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇഫ് ഇറ്റ് ഈസ് എൻഡോതെർമിക് ആവുന്നത് എപ്പോഴാണ്? റീച്ചിങ് ടു ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ദ സോലിബിലിറ്റി ഇൻക്രീസസ് എന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ സോലിബിലിറ്റി കൂടുന്നതിനെ നമുക്ക് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്തരമൊരു സിസ്റ്റത്തിൽ എന്ത് മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചാലും സിസ്റ്റം അതിനെതിരെ ഒരു മാറ്റം ഉണ്ടാക്കുന്നു. ആ പ്രിൻസിപ്പിളിനെയാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ദ സോലിബിലിറ്റി ഇൻക്രീസസ് ഇഫ് ദാറ്റ് ഡിസൊല്യൂഷൻ ഈസ് എൻഡോതെർമിക്. ഉദാഹരണമായി ദ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ദ സോലിബിലിറ്റി ഓഫ് സം കോമ്പൗണ്ട്സ് ലൈക്ക് സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കോമ്പൗണ്ടുകളായ സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ് പോലെയുള്ളവ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ആ ഒരു ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്തോറും അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. So we can say that for endothermic solutions the temperature, like for endothermic condition the temperature, as the temperature increases the dissolution also increases. ഇനി മറ്റു ചില റിയാക്ഷൻസ് എക്സോതെർമിക് ആവാം. എന്താണ് എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സൊല്യൂട്ട് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് വരികയാണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് പുറത്തേക്ക് വരികയാണെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് മിക്സ് ചെയ്യപ്പെടുമ്പോൾ അവയ്ക്ക് ആവശ്യമായ എനർജി കൂടാതെ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു. അപ്പോൾ നമ്മൾക്ക് പറയാം, ഇൻ ദ കേസ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻസ് ദ സോലിബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻ അക്കോർഡൻസ് വിത്ത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കതിന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ടെമ്പറേച്ചർ കൂടുന്തോറും അവരുടെ സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ഉദാഹരണമായി സോലിബിലിറ്റി ഓഫ് സീറിയം സൾഫേറ്റ്, സീറിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള സീറിയം സൾഫേറ്റ് ആൻഡ് മോണോഹൈഡ്രേറ്റ് സോഡിയം കാർബണേറ്റ് Na2CO3 H2O, മോണോഹൈഡ്രേറ്റ് സോഡിയം കാർബണേറ്റ്, ഇവയുടെ എല്ലാം സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സൊല്യൂട്ട് സബ്സ്റ്റൻസസ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് ഇവ എക്സോതെർമിക് റിയാക്ഷൻസായി
ആക്ട് ചെയ്യുന്നു. അതായത് ഇവ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു. അത്തരം റിയാക്ഷൻസിൽ അത്തരം സോലിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ സോലിബിലിറ്റി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അനുസരിച്ച് കുറയുകയാണ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു സോളിഡ് സബ്സ്റ്റൻസസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിന് എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതാണെന്ന് നോക്കാം. അതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു സോളിഡ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൽ പ്രഷറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, പ്രഷർ ഡസ് നോട്ട് പ്ലേ എനി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ് കൈൻഡ് ഓഫ് ഡിസൊല്യൂഷൻ പ്രോസസ്സ്. ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് പ്രഷർ ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. എന്തായിരിക്കും അതിന് കാരണം? അതിന് കാരണം സോളിഡും ലിക്വിഡും, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡും ലിക്വിഡും പൊതുവെ ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ പ്രഷർ. നമുക്ക് പറയാം, പ്രഷർ ഡസ് നോട്ട് ഹാവ് any significant effect on solubility of solids in liquids. It is because solids and liquids are incompressible in nature. ഇവ മൂന്നുമാണ് പ്രധാനമായിട്ടും solubility of a solid in liquidനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ പലതരം ഫാക്ടേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് തേർഡ് വൺ ഈസ് പ്രഷർ. solubility of a solid in liquid നമ്മൾ കണ്ടു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. എങ്ങനെയാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്? നമുക്കറിയാം, മിക്കവാറും കുറേ ഗ്യാസസ് വാട്ടറിൽ സോലിബിൾ ആണ് അല്ലേ? എങ്ങനെ നമുക്കത് പറയാൻ കഴിയും? നമ്മൾ കാണുന്ന സീ വാട്ടർ, വെൽ വാട്ടർ, റിവർ വാട്ടർ, ഇതിലെല്ലാം എന്തുണ്ട്? ദർ ആർ സം പ്രസൻസ് ഓഫ് സം ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ഇവയുള്ള ഗ്യാസസ് എല്ലാം ഡിസോൾവ് ചെയ്യപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, മിക്കവാറും എല്ലാ ഗ്യാസസും, ഓൾമോസ്റ്റ് ഓൾ ഗ്യാസസ് ആർ സോല്യുബിൾ ഇൻ വാട്ടർ, ബട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സോല്യുബിലിറ്റി ഈസ് ഡിഫറെൻറ്റ്. മിക്കവാറും എല്ലാ ഗ്യാസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, എന്നാൽ അവയുടെ എക്സ്റ്റെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ് പോലെയുള്ള എല്ലാ ഗ്യാസസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. എന്നാൽ ഇവയുടെ എക്സ്റ്റെൻറ്റ് ചിലത് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഡിസോൾവ് ആവും, എന്നാൽ ചിലത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഡിസോൾവ് ആവുള്ളൂ, ചിലത് നല്ല കൂടിയ അളവിൽ ഡിസോൾവ് ആവും. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെൻറ്റ്. സോൾവെൻ്റായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നീ ലിക്വിഡ്സ് ആവാം. നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ജനറലി ഗ്യാസസ് ആർ ഡിസോൾവിങ് ഇൻ ലിക്വിഡ്സ്. പക്ഷേ എത്രത്തോളം എക്സ്റ്റെൻഡ് ആണ് എന്നുള്ളത് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ചില ഗ്യാസസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം ഇവയെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ലിക്വിഡിൽ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുള്ളൂ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. എന്താണ് ആ നേച്ചറിൻ്റെ പ്രത്യേകത? നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എങ്ങനെയാണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ലിങ്ക് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ഉണ്ടായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് പോളാർ ഇൻ നേച്ചർ. അതുപോലെ തന്നെയാണ് ഓക്സിജൻ, O ഡബിൾ ബോണ്ട് O. ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് എല്ലാം, ഇത്തരത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം നോൺ പോളാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം നോൺ പോളാർ മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല? വളരെ കൂടിയ അളവിൽ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യില്ല. ദേ വിൽ ഡിസോൾവ് ഇൻ ടു ദ വാട്ടർ ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത്തരത്തിലുള്ള നോൺ പോളാർ ആയിട്ടുള്ള ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം പോലെയുള്ള ഗ്യാസസ് എല്ലാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. എന്നാൽ ചില ഗ്യാസസ് ആയിട്ടുള്ള അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ് പോലെയുള്ളവ ദേ വിൽ ഹൈലി ഡിസോൾവ് ഇൻ വാട്ടർ. അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ് പോലെയുള്ള പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ്
വളരെ ഈസി ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഈ ഗ്യാസിൻ്റെ കറസ്പോണ്ടിങ് ലിക്വിഡായിട്ട് മാറും. നമ്മൾ കെമിസ്ട്രി ലാബുകളിൽ തന്നെ കണ്ടിട്ടുണ്ട് അമോണിയ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, അമോണിയ എന്ന് പറയുന്നത് ഒരു ഗ്യാസാണ്, അതെങ്ങനെയാണ് സൊല്യൂഷൻ രൂപത്തിൽ കാണപ്പെടുക? അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl സൊല്യൂഷൻ നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അതുപോലെ സൾഫർ ഡയോക്സൈഡ് സൊല്യൂഷൻ, ഇവയെല്ലാം അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? അതിന് കാരണം ദ ഗ്യാസസ് ലൈക്ക് അമോണിയ, HCl, സൾഫർ ഡയോക്സൈഡ് എക്സെട്ര വിച്ച് ഈസ് ഹാവിങ് ഹൈ സോല്യൂബിലിറ്റി ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസസിനെ വളരെ ഈസി ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് സൊല്യൂഷൻ ഫോമിലാക്കി മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡിൽ സോലിബിൾ ആകുന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ലിക്വിഡ് ഡിസോൾവ് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രൊഡ്യൂസിങ് സം ടെമ്പറേച്ചർ, ഒരു ഗ്യാസ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവ ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തുകൊണ്ട് അവരുടെ കൈനറ്റിക് എനർജി കൂടുന്നു. ഇവരുടെ കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൺവേർട്ട് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യപ്പെടാതെ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വെൻ എ ഗ്യാസ് ഈസ് ഡിസോൾവിങ് ഇൻ ലിക്വിഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അതായത് ഒരു ഗ്യാസ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു സൊല്യൂഷനും അതോടൊപ്പം തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഓൾറെഡി ഹീറ്റ് പുറത്തേക്ക് വരുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ ഹീറ്റും കൂടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടും. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പിൾ ആക്ട് ചെയ്യും. ഏത് പ്രിൻസിപ്പിളാണ് അവിടെ ആക്ട് ചെയ്യുക? ദാറ്റ് പ്രിൻസിപ്പിൾ വി ഓൾറെഡി ലേൺഡ്, ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അവിടെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റം നമ്മുടെ കൂട്ടിക്കൊടുത്ത ആ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ സിസ്റ്റം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമുക്ക് പറയാം സിസ്റ്റം കണ്ടിന്യൂസ് വിത്ത് ദിസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂടുന്തോറും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുന്നു. അപ്പോൾ ആ സിസ്റ്റം ഫോർവേഡ് റിയാക്ഷന് പകരം ബാക്ക്വേർഡ് റിയാക്ഷൻസ് നടത്തുന്നു. അതായത് സൊല്യൂഷൻ വീണ്ടും ഗ്യാസും സോൾവെൻറ്റും തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒരു ഗ്യാസിൻ്റെ ഡിസൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? വി ക്യാൻ സേ ദാറ്റ് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്താ സംഭവിക്കുക? അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് ടെമ്പറേച്ചർ? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ്. എന്താണ് അതിന് കാരണം? ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടർ ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ. എന്താണ് പ്രഷറിന് ഇവിടുത്തെ റോള്? നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതാണ്. നമുക്കറിയാവുന്നൊരു കാര്യം, ഗ്യാസ് ഈസ് ഹൈലി കംപ്രസിബിൾ ഇൻ നേച്ചർ. ഗ്യാസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും ബൈ അപ്ലൈയിങ് സം പ്രഷർ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രഷർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. നമുക്ക് പറയാം ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ പ്രഷർ. പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോലിബിൾ ചെയ്യുന്നതിൻ്റെ റേറ്റ് കൂടുന്നു. ഇത്തരം ഒരു കാര്യത്തിന് നമുക്കൊരു ആക്ടിവിറ്റിയിലൂടെ തന്നെ എക്സാമ്പിൾസ് അവതരിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്
ഒരു ഗ്യാസിനെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു W1 എന്ന് പറയുന്ന മാസുള്ള ഒരു പിസ്റ്റണാണ് ഫോർ അപ്ലൈയിങ് പ്രഷർ. എന്നാൽ സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 3 പിസ്റ്റൺസ് വിച്ച് ഈസ് ഹാവിങ് വെയ്റ്റ് ഓഫ് W1, W2, W3 എന്നിങ്ങനെ 3 വെയ്റ്റ് ഉള്ള പിസ്റ്റണുകൾ ഇവിടെ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ ഈ ഒരു ഫിഗറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ലോവർ പോർഷൻ ലിക്വിഡാണ്, മുകളിലത്തെ പോർഷൻ ഗ്യാസാണ്. ഇവ ഒരു പ്രഷറിൻ്റെ ഫലമായി ഇവർ മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. W1 എന്ന പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം വളരെ ചെറിയ രീതിയിൽ ഗ്യാസ് ലിക്വിഡുമായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ W2, W2, W3 അങ്ങനെ 3 പിസ്റ്റൺസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കൂ. നമുക്ക് കാണാൻ കഴിയും ഓരോ യൂണിറ്റ് വോളിയത്തിലെയും നമ്പർ ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് കൂടുതൽ പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓർ റേറ്റ് ഓഫ് സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ടു ദ ലിക്വിഡ് ഇൻക്രീസസ് എന്ന് തന്നെ പറയാം. അതായത് ഓൺ അപ്ലൈയിങ് or increasing the pressure, there is an increase in number of gaseous particles per unit volume, and also the rate at which gaseous particles are striking the surface of the solution to enter it. അതായത് number of gaseous molecules per unit volume കൂടുന്നു, അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള സ്ട്രൈക്കിങ്ങും കൂടുന്നു. അതിൻ്റെ ഫലമായി കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ കൺവേർട്ടഡ് ടു ദ ലിക്വിഡ് ഫോം, അല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസും കൂടുതൽ അളവിൽ ലിക്വിഡുമായിട്ട് ഡിസോൾവ് ചെയ്യാനായി അല്ലെങ്കിൽ സോലിബിൾ ആകാനായി ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രഷർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. പ്രധാനമായും 3 ഫാക്ടേഴ്സാണ് നമ്മൾ കണ്ടത്: നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് ദ തേർഡ് വൺ പ്രഷർ. ഇതിൽ ഏറ്റവും കൂടുതൽ റോളുള്ളത് പ്രഷറിനാണ്.